ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സ്നേഹമുള്ളതെന്ന് പറഞ്ഞല്ലേ പക്ഷേ ആവൂല്ലേ? എന്നാൽ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? എന്നാലും സ്നേഹമുള്ള വൈദികരെയും സിസ്റ്റർമാരെയും ഫോർമേഷനിലുള്ളവരെയും പിന്നെ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെ നിങ്ങളെയും പ്രായമുള്ളവരെയും എല്ലാവരെയും ഓർക്കുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് വിളിക്കാം. ഇങ്ങനെ സന്തോഷമായിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് അട്ടപ്പാടിയിൽ വന്നിരിക്കുക. നാളെ തന്നെ തിരിച്ചു പോകും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പ്രധാനപ്പെട്ടതായിട്ടില്ല. ഹല്ലേലൂയ. ഇതൊക്കെയാണ്. ഇന്ന് വ്യാഴാഴ്ച. എൻ്റെ ദൈവം ഇപ്പോഴാണ് ഓർത്ത് കേട്ടോ. നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം വളരെ ഉപകാരപ്രദമാകുന്നുണ്ട്. അതെല്ലാം ആ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഒന്ന് ശരിയാകാനുണ്ട്. പ്രൈസ് ആ കാര്യത്തിന് വേണ്ടി കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. രണ്ട് കാര്യം ഞാൻ മനസ്സിൽ നിയോഗം വെക്കാം. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 1:15 ജോൺ ചാപ്റ്റർ 1:15. തലക്കെട്ട് ഇങ്ങനെയാണ്: മുമ്പേ പോയവരും പുറകെ വന്നവരും എന്നുള്ളതാണ് തലക്കെട്ട്. യോഹന്നാൻ 1:15 നമ്മുടെ സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മിസ്റ്റർ സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് തന്നെ സഭയിൽ നമുക്കറിയാം സ്നാപക യോഹന്നാന്റെ സ്ഥാനം സഭയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മനസ്താപ പ്രകരണം അല്ലെങ്കിൽ കുമ്പസാരത്തിലുള്ള ജപം ഒക്കെ ചെല്ലുമ്പോൾ നോക്കിയാൽ എടുത്തു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് ശരിക്കും പറഞ്ഞ് ഈ വചനമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോഴേ ഇന്നത്തെ കാര്യത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിൻ്റെയൊക്കെ സ്ഥാനമൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ മുമ്പ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മയല്ല, അവർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതും കൂടെ കുറച്ച് മോശമാക്കിയിട്ട് ചിത്രീകരിക്കും. ഇനി നമ്മളതെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ അടുത്ത ഒരു MT ചാർജ് എടുക്കാൻ വിചാരിക്കും അല്ലേ? ഉടനെ അദ്ദേഹത്തെക്കുറിച്ച് എത്രമാത്രം നെഗറ്റീവോ പോക്കറ്റുകൾ കൊടുക്കാം, അത് കൊടുത്തേച്ചും പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സ്നാപക യോഹന്നാൻ പറയുമ്പോൾ ഈശോയെ ഹൈലൈറ്റ് ചെയ്യുന്ന വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. പക്ഷെ ഞാൻ ചുമ്മാ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പം നമ്മുടെ മുമ്പേ പോയവരെക്കുറിച്ചും പുറകെ വരാനിരിക്കുന്നവരെക്കുറിച്ചും നന്മ പറയാനൊരു വിളി. അവിടെയാണ് നമ്മുടെ പരിശുദ്ധ അല്ലെങ്കിൽ ബെൻറ്റുമാറ മാർപ്പാപ്പ, കർത്താവിൻ്റെ അടുക്കലേക്ക് പോയ ബെൻറ്റുമാറ മാർപ്പാപ്പ ഇവിടെ ഒരു വലിയ നല്ല കാര്യം ഓർക്കണം. ബെൻറ്റുമാറ മാർപ്പാപ്പ സ്ഥാനമെടുത്ത ആ കാലഘട്ടങ്ങളിലെല്ലാം അന്നത്തെ ജോൺ പോൾ രണ്ടാമൻ തനിക്ക് മുമ്പത്തെ ജോൺ പോൾ മാർപ്പാപ്പയെക്കുറിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ കയ്യടി തീരുമ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും മാർപ്പാപ്പയെക്കുറിച്ച് നല്ലത് പറയുമായിരുന്നു അല്ലേ? മുമ്പേ പോയവരെക്കുറിച്ചും പുറകെ വരാനിരിക്കുന്നവരെക്കുറിച്ചും നല്ലത് പറഞ്ഞ് കൈമടി മേടിച്ചു കൊടുക്കാനുള്ള ഒരു വിളിയല്ലേ അല്ലേ? ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുക, എൻ്റെ പിന്നാലെ വരുന്ന പറഞ്ഞാൽ അവിടെ തന്നെ ഈശോ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈശോ രംഗപ്രവേശം ചെയ്യുക അല്ലോ, പറയുമല്ലേ, വലിയവനാണ്. എന്നിട്ട് പറയുകയാണ് മുമ്പേ അവനുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളല്ലേ? അവൻ നോക്കിയേ, ശരിക്കും പറഞ്ഞ് യോഹന്നാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യോഹന്നാൻ്റെ ഒരു അസ്തിത്വം പോലും ഇല്ലാതായി തീരുക അല്ലേ? യോഹന്നാൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അങ്ങോട്ട് പോവുക. അതുകൊണ്ട് യോഹന്നാൻ ഹാപ്പിയാണ്. അന്തർയോസ് പോകുമ്പോഴും കൂട്ടുകാരൊക്കെ പോകുന്ന സമയത്ത് എന്തൊരു മാസ്പരി, എന്തൊരു പേഴ്സണാലിറ്റിയാണ് ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരൻ. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളെങ്ങോട്ട് ചലഞ്ച്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകം. നല്ല മഞ്ഞുണ്ട്. മഞ്ഞൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലായിരിക്കും അല്ലേ? ഏതായാലും കർത്താവിൻ്റെ നല്ലൊരു ദിവസമാണ്. പ്രത്യേകം അനുഗ്രഹിക്കുന്ന കൂടെ ഉണ്ട് കേട്ടോ. ഹാപ്പി. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഉച്ചത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് എൻ്റെ കർത്താവേ. ഇവരൊരാൾ വെറുങ്കയോടെ വരരുത് കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഒരു കൃപ നിങ്ങളുടെ മേൽ നിന്ന് വന്ന് ഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ ഒരു വചനം വെച്ച് ജീവിതത്തെ ആത്മശോധന ചെയ്യാൻ ഇന്ന് വരെ നമുക്ക് മുമ്പേ പോയവരും പുറകെ വരാനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു പോയ കാര്യങ്ങളോട് അനുദപിച്ച് കുമ്പസാരിക്കാൻ തക്ക ദൈവാത്മാവ് വചനത്തിലുള്ള നിങ്ങളെ സ്പർശിക്കട്ടെ. ഒപ്പം തന്നെ നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. ദുഷ്ടാര്യങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കർത്താവെ. ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു മാലാക എപ്പോഴും വരാൻ ഇടവരട്ടെ. നിങ്ങൾക്ക് ഇവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കാൻ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ യാത്രകള്, കർത്താവ് ഇവരുടെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്
ഇന്നത്തെ ഉദ്യമങ്ങൾ എല്ലാം കർത്താവെ കൃപയായി മാറട്ടെ. അതേസമയം ഇന്നത്തെ ദിവസം എന്തെങ്കിലും മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ച് കുറ്റബോധം, നിരാശ, സങ്കടം തിരിഞ്ഞ യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ ആ ദുർബലം വിട്ടുപോട്ടെ. വലിയ ആന്തരിക സമാധാന സന്തോഷം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.